बालक राम 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 जय राजा राम 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 जय सीताराम. ഏവർക്കും നമസ്കാരം. കൊല്ലം പ്രദീപ് കുമാർ. അസ്ട്രോളജിക്കൽ ശ്രീരാമജയത്തിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നവരാത്രിയുമായി ബന്ധപ്പെട്ടതാണ്. വീണ്ടും ഒരു നവരാത്രി മഹോത്സവം വരികയാണ്. ഏവരും അക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ് നവരാത്രിക്ക് വേണ്ടി. ജീവിതത്തിൽ എല്ലാ വ്യക്തികൾക്കും സ്വപ്നങ്ങളുണ്ടാകും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സ്വന്തം സന്താനങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അവരുടെ ആദ്യാക്ഷരം കുറിക്കുന്ന സമയം ശ്രദ്ധയോടും ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ആയിരിക്കും. എവിടെ വെച്ച് വിദ്യാരംഭം ചെയ്യിക്കണം, ആരെക്കൊണ്ട് വിദ്യാരംഭം ചെയ്യിക്കണം എന്നൊക്കെ ചിന്തിച്ച് ചിലർ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ വച്ച് വിദ്യാരംഭം നടത്തും. ചിലർ കോട്ടയം പരച്ചിക്കാട് സരസ്വതി ക്ഷേത്രത്തിൽ വെച്ച് വിദ്യാരംഭം നടത്തും. ഭൂരിഭാഗം ആൾക്കാരും നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ വെച്ചിട്ടാണ് വിദ്യാരംഭം കുറിക്കുന്നത്. ആദ്യാക്ഷരം കുറിക്കുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഒരു വ്യക്തിയുടെ ജീവിത വിജയം അല്ലെങ്കിൽ വിദ്യാവിജയം എന്നൊക്കെ നമ്മുടെ പൂർവികർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളിപ്പോഴും അതുപോലെ ആചരിക്കുന്നു. അതാണ് നവരാത്രിക്ക് ഇത്രയും പ്രാധാന്യം വരാനുള്ള കാരണം. ഇതുകൂടാതെ തന്നെ വിദ്യാർത്ഥികൾ പുതിയ മേഖലകളിലേക്ക് അല്ലെങ്കിൽ പുതിയ വിദ്യകളിലേക്ക് കടക്കുന്ന സമയവും ഈ ദിവസം തന്നെ ആയിരിക്കും. ഇപ്പോൾ സംഗീത പഠനം, നൃത്ത പഠനം, ഇത്തരം എല്ലാ കാര്യങ്ങൾക്കും തുടക്കം കുറിക്കുന്നത് നവരാത്രിയോടനുബന്ധിച്ചിട്ടുള്ള വിജയദശമി ദിവസം തന്നെ ആയിരിക്കും. ഇതിൻ്റെ പ്രധാന കാര്യം നമുക്കറിയാം, ലോകത്തിൻ്റെ തന്നെ നിലനിൽപ്പ് അല്ലെങ്കിൽ പുരോഗതി വിദ്യയിലൂടെയാണ്. നവരാത്രിയുടെ ഐതിഹ്യം പറയുന്നത് പോലെ അന്ധകാരമാകുന്ന ലോകത്ത് നിന്ന് നമ്മളെ വെളിച്ചത്തിൻ്റെ ലോകത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വിദ്യാരംഭം എന്ന ചടങ്ങ് പഴമക്കാർ വളരെ ശ്രദ്ധയോടും ഭക്തിയോടും ആചാരപരമായും വിജയദശമി ദിവസം തന്നെ തിരഞ്ഞെടുത്ത് ആരംഭിക്കുന്നത് എന്നുള്ളത് തലമുറകളിലൂടെ ഇപ്പോഴും കൈമാറ്റം ചെയ്യപ്പെട്ടു വരികയാണ്. ഈ വർഷത്തെ നവരാത്രി ആരംഭിക്കുന്നത് കൊല്ലവർഷം 1200 ആണ്ട് കന്നിമാസം 17-ാം തീയതി 2024 ഒക്ടോബർ മാസം 3-ാം തീയതിയാണ് നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. കന്നിമാസത്തിലെ കറുത്തവാവ് കഴിഞ്ഞു വരുന്ന പ്രഥമ മുതൽ ദശമി വരെയുള്ള ദിവസങ്ങളാണ് ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. കന്നിമാസം 27-ാം തീയതി, അതായത് ഒക്ടോബർ മാസം 13-ാം തീയതിയാണ് നമ്മൾ വിജയദശമിയായിട്ട് ആചരിക്കുന്നത്. അല്ലെങ്കിൽ വിദ്യാരംഭം കുറിക്കുക, പൂജ വയ്പ്പ് ഇതൊക്കെ ചെയ്യുന്നത്. അന്നത്തെ സമയം എന്ന് പറയുന്നത് രാവിലെ 6:23 AM കഴിഞ്ഞ് 10:18 AM സമയത്താണ് വിജയദശമി ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്. ഈ 9 രാത്രിയും 10 പകലുമായിട്ടാണ് നവരാത്രി ആചരണത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. നവരാത്രി ദിവസങ്ങളിൽ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ നൃത്തം, സംഗീതം, മറ്റ് കലാപരിപാടികൾ ഇവയൊക്കെയായിട്ട് പൂർണ്ണമായിട്ടും ആഘോഷപൂരിതമായിരിക്കും. 10ാമത്തെ ദിവസം വരുന്ന ദശമി തിഥിയാണ് നമ്മൾ വിദ്യാരംഭത്തിന് തിരഞ്ഞെടുക്കുന്നത്. ഈ നവരാത്രിക്കൊരു ഐതിഹ്യമുണ്ട്. 3 ലോകവും അടക്കി ഭരിച്ച മഹിഷാസുരൻ എന്ന ഒരു ക്രൂരനായ അസുരനുണ്ടായിരുന്നു. ഈ അസുരൻ മൂഢനും മറ്റുള്ളവരെ വല്ലാതെ ഉപദ്രവിക്കുന്ന ആളുമായിരുന്നു. 3 ലോകത്തെയും ചരാചരങ്ങളെ ബുദ്ധിമുട്ടിക്കുക, അത് അയാളുടെ ഒരു ഹോബിയായിരുന്നു. ദേവലോകത്തുനിന്ന് ദേവേന്ദ്രനെയും ദേവന്മാരെയൊക്കെ ആട്ടിപ്പായിക്കുന്ന അവസ്ഥയിലേക്ക് ഇയാളെത്തി. അപ്പോൾ ഇയാളുടെ അഹങ്കാരം സഹിക്കവയ്യാതെ പാർവതീ ദേവിയും ലക്ഷ്മി ദേവിയും സരസ്വതി ദേവിയും കൂടിച്ചേർന്നുകൊണ്ട് ദുർഗാദേവി എന്നൊരു പുതിയ ഭാവം ഉണ്ടായി. ഈ ദേവി സ്വന്തം ആയുധങ്ങൾ 9 ദിവസം വെച്ച് പൂജിച്ചു. 9 ദിവസവും വ്രതവും എടുത്തു. അപ്പോൾ കിട്ടിയ ശക്തിയാൽ ദേവലോകത്തെത്തുകയും ഈ മഹിഷാസുരനെ യുദ്ധത്തിന് വേണ്ടി വെല്ലുവിളിക്കുകയും ചെയ്തു. ദേവിയെ കണ്ടതും ഈ മഹിഷാസുരൻ ദേവിയിൽ അനുരക്തനായി. ദേവി യുദ്ധത്തിൽ തോൽപ്പിക്കുകയാണെങ്കിൽ ഞാൻ നിന്റെ ഭാര്യയായിരുന്നു കൊള്ളാമെന്ന് ദേവി മഹിഷാസുരനോട് പറഞ്ഞു.
അങ്ങനെ യുദ്ധം തുടങ്ങി. ദേവി മഹിഷാസുരനെ തോൽപ്പിച്ചു, വധിച്ചു. അങ്ങനെ ദേവി വിജയിച്ചതിൻ്റെ ദിവസമായിട്ടാണ് വിജയദശമി നമ്മൾ ആചരിക്കപ്പെടുന്നതെന്നൊരു ഐതിഹ്യമുണ്ട്. മറ്റൊരുപാട് ഐതിഹ്യമുണ്ട്, അതിലൊരെണ്ണമാണ് ഈ പറഞ്ഞത്. ഇതിൻ്റെ ഗുണപാഠം മൂഢനും അന്ധകാരം നിറഞ്ഞവരുമായ അറിവില്ലായ്മയുടെ പര്യായമായ മഹിഷാസുരനെ വധിച്ചു, എന്നിട്ട് അറിവിൻ്റെ വെളിച്ചം പകർന്നു കൊടുക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ഗുണപാഠം. അഷ്ടമി തിഥിയുടെ അന്ന് വൈകിട്ടാണ് പൂജ വയ്പ് നടത്തേണ്ടത്. അത് വിദ്യാർത്ഥികൾ പുസ്തകങ്ങളും പഠനോപകരണങ്ങളും പൂജ വയ്ക്കുന്നു. മറ്റു മേഖലയിൽ പ്രവർത്തിക്കുന്നവർ അവരുടെ ആയുധങ്ങൾ പൂജ വയ്ക്കുന്നു. അതിനുശേഷം നവരാത്രിയുടെ അന്ന് പൂർണ്ണമായ പൂജകളാണ്. വിജയദശമിയുടെ അന്ന് രാവിലെയാണ് പിന്നെ ഈ പൂജ വെച്ച നമ്മളുടെ പുസ്തകങ്ങളും മറ്റായുധങ്ങളും ഒക്കെ എടുക്കേണ്ടത്. അതിനിടയ്ക്ക് എടുക്കാൻ പാടില്ല. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വിദ്യ മറന്നു പോകുമെന്നാണ് പറയപ്പെടുന്നത്. നവരാത്രി വേളയിൽ ദേവിയെ ആദ്യത്തെ 3 ദിവസം പാർവതി ദേവിയുടെ ആചരണത്തിലും, അടുത്ത 3 ദിവസം ലക്ഷ്മി ദേവിയുടെ ആചരണത്തിലും, അടുത്ത 3 ദിവസം സരസ്വതി ദേവിയുടെ ആചരണത്തിലുമാണ് ആചരിക്കുന്നത്. 9 ദിവസവും 9 രൂപത്തിലാണ്, അല്ലെങ്കിൽ 9 ഭാവത്തിൽ ദേവിയെ ആരാധിക്കുന്നു. അതിൽ പാർവതി ദേവിയുടെ 3 രൂപങ്ങൾ എന്ന് പറഞ്ഞാൽ ശൈലപുത്രി, ഒന്നാമത്തെ ദിവസം അല്ലെങ്കിൽ പ്രഥമ ദിവസം ശൈലപുത്രി ദേവി, രണ്ടാമത്തെ ദിവസം ബ്രഹ്മചാരിണി ദേവി, മൂന്നാമത്തെ ദിവസം ചന്ദ്രഘണ്ഠാദേവി, 4-ാമത്തെ ദിവസം മുതൽ ലക്ഷ്മി ദേവിയുടെ സങ്കല്പം, അത് കൂഷ്മാണ്ഡ ദേവി, 5-ാമത്തെ ദിവസം സ്കന്ദമാതാദേവി, 6-ാമത്തെ ദിവസം കാർത്യായനി ദേവി. അടുത്ത 3 ദിവസം സരസ്വതി ദേവിയുടെ സങ്കല്പമാണ്. 7-ാം ദിവസം കാളരാത്രി ദേവി, 8-ാം ദിവസം മഹാഗൗരി ദേവി, 9-ാം ദിവസം സിദ്ധിദാത്ര ദേവി. ദശമിയുടെ അന്ന് ഉദയത്തിന് ശേഷം 6 നാഴികയെങ്കിലും ഉണ്ടെങ്കിൽ ആ ദിവസം നമുക്ക് വിജയദശമിയായിട്ട് ആചരിക്കാം. അല്ലെങ്കിൽ തലേ ദിവസം വിജയദശമിയായിട്ട് എടുക്കണം. അതാണ് അതിൻ്റെ രീതി. ഈ വിജയദശമിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അന്ന് മുഹൂർത്തങ്ങൾ പ്രത്യേകമായിട്ടൊന്നും നോക്കേണ്ട. സാധാരണ നമ്മൾ വിദ്യാരംഭത്തിന് മുഹൂർത്തം നോക്കുന്നത് പോലെ വിജയദശമിക്ക് മുഹൂർത്തങ്ങൾ നോക്കേണ്ട കാര്യമില്ല. കാരണം സകല വിദ്യകളും ദേവതാരൂപത്തിൽ ആ ദിവസം അവിടെ സാന്നിധ്യപ്പെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഐതിഹ്യം. അതുകൊണ്ടാണ് പ്രത്യേക മുഹൂർത്തങ്ങൾ നോക്കണ്ടെന്ന് പറയുന്നത്. ആദ്യമായിട്ട് അക്ഷരം കുറിക്കുന്ന കുരുന്നുകൾക്ക് വേണ്ടി ഒരു കാര്യം പറയാം. അവർക്ക് സ്വർണ്ണമോതിരം തേനിൽ മുക്കിയിട്ട് നാവിൽ ആദ്യം ഹരിശ്രീ ഗണപതിയെ നമഃ അവിഘ്നമസ്തു എഴുതി കൊടുക്കുക. തുടർന്ന് മോതിരവിരൽ കൊണ്ട് അരിയിൽ അക്ഷരങ്ങൾ എഴുതിക്കുക. അതാണ് ആചാരക്രമം. നവരാത്രിയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരിക്കലും തീരില്ല, അത്രയ്ക്കുണ്ട്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പൂജാവിധികളും വ്രതങ്ങളും ഒക്കെ ആയിട്ട് വളരെ നേരം പറഞ്ഞാലും തീരാത്ത വിധത്തിൽ നവരാത്രിയുടെ മഹത്വമുണ്ട്. അടുത്ത നവരാത്രിയെക്കുറിച്ചുള്ള അടുത്ത വീഡിയോയിൽ ബാക്കി കാര്യങ്ങൾ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുകയാണ്. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. എന്നിട്ട് ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തിയാൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം.